മാസ്റ്റർ പീസ് വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ 21 എപ്പിസോഡിലെ അടുത്തൊരു എപ്പിസോഡിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 21 ദിവസം നമ്മളെ വീട്ടിൽ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സ്പെഷ്യൽ വീഡിയോസാണ്. എല്ലാ ദിവസവും ഓരോ വീഡിയോ മാസ്റ്റർ പീസ് വ്ലോഗിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കേട്ടോ, എല്ലാ ദിവസവും ഉച്ചക്കാണ്. അപ്പോൾ അതിനായിട്ട് ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്തെന്ന് വെച്ചാൽ ലൈമാണ്. ലൈം എന്ന് പറഞ്ഞ് നിസ്സാരമാക്കി കളയേണ്ട. നമ്മളിപ്പോൾ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയാലും ഷോപ്പുകളിൽ നിന്ന് കിട്ടുന്ന കൂൾ ബാറിൽ നിന്ന് കിട്ടുന്ന അതേ രുചി കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂൾ ബാറിൽ കിട്ടുന്ന ലൈം അതേപോലെ എങ്ങനെയാണ് അവർ അടിക്കുന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കി തന്നെ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണ്, ഇത്രയും ചൂടുള്ള സമയമാണല്ലോ. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നേരെ നമുക്ക് എങ്ങനെ ലൈം ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. നമുക്കിതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാം എന്നുള്ളത് നോക്കാം. ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടി കൊടുക്കാവുന്ന കേട്ടോ. അപ്പോൾ 4 ടേബിൾ സ്പൂൺ നമ്മൾ പഞ്ചസാര എടുത്തു. അതുപോലെ തന്നെ കാഷ്യൂനട്ടാണ്. ഇത് അരമണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച 9 ചെറിയ പീസ് കേട്ടോ, 9 എണ്ണം നമ്മളെടുത്ത് അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ചെറുനാരങ്ങ വേണം. ചെറുനാരങ്ങ വലിയൊരു ചെറുനാരങ്ങയാണ്. ഇത് 8 പീസുകളായിട്ട് കഷ്ണം മുറിച്ച് വെച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വേണം. ഇഞ്ചി ചതച്ചതാണിത്. ഇത് 1 ടേബിൾ സ്പൂണോളം ഉണ്ട്. അപ്പം നന്നായിട്ട് കുത്തി ചതച്ച് ഇഞ്ചി ആവശ്യമുണ്ട്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കാഷ്യൂനട്ട് വെള്ളത്തിലിട്ട് വെച്ച കാഷ്യൂനട്ട് അതിലേക്ക് വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചി പേസ്റ്റും അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി മിക്സിയിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ജാറുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഓക്കെ, നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞു. ഇതാണ് പേസ്റ്റ്. ഇനി ഇതിലേക്ക് നമ്മൾ വേണ്ട സംഭവങ്ങൾ എന്ന് പറയുന്നത്, ആദ്യം തന്നെ തണുത്ത വെള്ളം നമ്മൾ എടുക്കുന്നുണ്ട്. അതൊരു 2 ഗ്ലാസ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, തണുത്ത വെള്ളം. ഓക്കെ, 2 ഗ്ലാസ് നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇനി അടുത്തതായിട്ട് ഐസ് വേണം. ഐസ് ക്യൂബ്സ് ആണ് ക്യൂബ് നമ്മൾ എടുത്തത്. ഒരു ഗ്ലാസോരം ക്യൂബ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെറുനാരങ്ങ ഇട്ട് കൊടുക്കാം. ചെറുനാരങ്ങ ശരിക്കും ഇത് ഒരൊറ്റ ചെറുനാരങ്ങ കേട്ടോ, അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസുകളാക്കി വെച്ചതാണ്. അപ്പോൾ കൂടി പോകണ്ട എന്നുള്ളവർക്ക് കുറച്ച് കുറക്കാവുന്ന കേട്ടോ. അപ്പോൾ തോലോട് കൂടി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ കേട്ടോ, ഒരു 20 സെക്കൻഡ് മാത്രം ഇതാ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഷോപ്പിൽ കിട്ടുന്നതിൻ്റെ ഒരു പ്രത്യേക രസം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഈ അണ്ടിപ്പരിപ്പ് തന്നെയാണ്. കാഷ്യൂനട്ട് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഗ്ലാസ്സിലേക്ക് വലുതാണെങ്കിൽ 2 എണ്ണം, ചെറിയ അണ്ടിപ്പരിപ്പാണെങ്കിൽ ഒരു 3 എണ്ണം മാത്രം മതിയാവും. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു 9 എണ്ണം എടുത്തിരിക്കുന്നത് 3 ഗ്ലാസ്സിലേക്കായിട്ട്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്, മെയിനായിട്ട് നമ്മൾ അടിച്ച ഉടനെ തന്നെ കുടിക്കണം കേട്ടോ, കുറേ നേരം വെയിറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമൊക്കെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പം രുചിക്ക് കുറച്ച് മാറ്റം ഉണ്ടാവും. എന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ കുടിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. അതുകൊണ്ട് നാരങ്ങ എന്നുള്ള സംഭവങ്ങളൊക്കെ അത് തന്നെയാണ്, പെട്ടെന്ന് കുടിക്കണം. തോലിട്ടടിക്കുമ്പോൾ കൂടുതലായിട്ട് അടിക്കാതെ നോക്കട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ സംഗതി ഇതാ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ നാരങ്ങത്തോട് കണ്ടോ, ജസ്റ്റ് നമ്മൾ വെട്ടുപോലും കുടുങ്ങിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് അടിക്കാൻ മാത്രമേ പാടുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമുക്കിതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളങ്ങനെ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന, കടകളിൽ കിട്ടുന്ന അതേ ജ്യൂസ് തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് കുടിച്ച് നോക്കണം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന രീതിയിലാണ് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിയത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കാം. അടിപൊളിയാണ്, അതേ സെയിം ടേസ്റ്റാണ്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇത് അടിച്ചു വെച്ച ഉടനെ തന്നെ നമ്മൾ കുടിക്കണം, വെയിറ്റ് ചെയ്യരുത്. കാരണം ഇത് വേറെ ടേസ്റ്റായി മാറും. അതുകൊണ്ട് തന്നെ ഇതേപോലെ ചെയ്യാം. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സാധനങ്ങളൊക്കെ ചേർക്കട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇനിയും 21 ദിവസം വീട്ടിൽ തന്നെ നിൽക്കുക. 21 എപ്പിസോഡ് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യും എന്ന് പറഞ്ഞതാണ് മാസ്റ്റർ പീസ് വ്ലോഗിൽ. അപ്പോൾ നാളെ ഉച്ചയ്ക്ക് നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.